കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഒന്നിച്ച് കർത്താവിന്റെ ഉപമകൾ എന്നുള്ള വിഷയത്തിന്റെ തുടർ ഭാഗമായിട്ട് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടുകൂടെ കേൾക്കുവാൻ ദൈവം നല്ലവൻ, എന്നും നമുക്ക് നല്ലവനായിരിക്കുന്ന ആ ദൈവത്തിന് മുമ്പാകെ നന്ദിയോടുകൂടെ ഇന്ന് രാത്രിയിൽ നമുക്കായിരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചിടത്തു നിന്ന് തുടരുവാനാണ്, ഇന്ന് ആരംഭിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൽ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമാണ്. ആ വേദഭാഗമാണ് നാം ഒടുവിലായിട്ട് ചിന്തിച്ചു വന്നിരുന്നത്. ആ വാക്യഭാഗം ഒന്ന് വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടി വെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂട, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് എന്തുകൊണ്ടാണ് ഈ ഉപമ പറഞ്ഞത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതാണ്. കർത്താവ് ഒരു ശിഷ്യന്മാരെ, പുരുഷാരത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 12-ാം അധ്യായം അതിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ പഠന വിഷയം എന്ന് പറയുന്നത് അവിടെ വ്യക്തമാണ്. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അപ്പോൾ തന്നെ മനസ്സിലായിട്ട് അവിടെയുള്ള വാക്യങ്ങളിലും അത് തന്നെയാണ് കർത്താവ് അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ദൈവത്തെ ഭയപ്പെടുക എന്നതാണ് കർത്താവ് പഠിപ്പിച്ചു വന്ന വിഷയം. ആ വിഷയത്തിനിടയിൽ വെച്ച് പുരുഷാരത്തിൽ ഒരുവൻ കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ചെന്നൈയിൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്ന് വാർഡനായിട്ടിരുന്ന ഒരു സഹോദരൻ ഉണ്ടായി, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സഹോദരൻ. അപ്പോൾ ആ സഹോദരൻ ഞങ്ങൾ ക്ലാസ്സുകളും എടുക്കുമായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഫസ്റ്റ് ഇയേഴ്സിന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എടുത്തുകൊണ്ടിരുന്ന വിഷയം കർത്താവിന്റെ മടങ്ങി വരവ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ മടങ്ങി വരവിനെ കുറിച്ച് വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ ആഴത്തിൽ നിന്നുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ അദ്ദേഹം നന്നായിട്ട് എടുക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തമിഴ്നാട്ടിൽ തന്നെ ഉള്ള ഒരു സഹോദരനാണ്, ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിരുന്നു. പെട്ടെന്ന് കൈ ഉയർത്തി. അത് എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയോട് അടുത്ത സമയമായിരുന്നു, ലാസ്റ്റ് പീരീഡ് ആയിരുന്നു. പെട്ടെന്ന് കൈ ഉയർത്തി, സാർ ഒരു ഡൗട്ട്, അല്ലെങ്കിൽ സാർ എനിക്ക് സംശയം ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം പഠിപ്പിച്ച് എനിക്കൊന്ന് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വിഷയം കൂടെ ആയിരുന്നു. അപ്പോൾ ചോദിച്ചു എന്താ അതിന്റെ സംശയം? ചോദിച്ചു, സാർ ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിക്കാനുള്ളത്? ഇന്ന് ചിക്കൻ ആണോ, ഫിഷ് ആണോ, ഏതോ രീതിയിൽ ചോദിച്ചു. എന്ന് വെച്ചാൽ പഠിപ്പിച്ചു വരുന്ന വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ കേട്ടുകൊണ്ടിരുന്ന ഒരാള് ചോദിച്ചത്. ഇങ്ങനെയൊക്കെ നമ്മുടെ ഇടയിലുമുണ്ട്. ഒരുപക്ഷെ വിഷയങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു പഠനമൊക്കെ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളിലുമായിരിക്കും ശ്രദ്ധയിരിക്കുന്നത്. ഇവിടെ ഇതാ കർത്താവ് പുരുഷാരത്തോട് പഠിപ്പിച്ചു വരികയാണ്, ദൈവത്തെ ഭയപ്പെടണം. നിന്റെ ഒരുവന്റെ ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ലോകത്തിലുള്ള ഒരുവനെ അല്ല, ദൈവത്തെ ഭയപ്പെടണം. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരുന്ന പുരുഷാരത്തിൽ ഒരുവൻ കർത്താവിനോട് ചോദ്യം ചോദിക്കുക. അത് 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ജ്ഞാനമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ദൈവഭയത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു വരുമ്പോൾ ഇവിടെ ഇതാ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഒരുത്തൻ കർത്താവിനോട് ചോദ്യം ചോദിക്കുകയാണ്. കർത്താവ് പഠിപ്പിച്ച വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കർത്താവേ, ഗുരു, എന്റെ വീട്ടിലെ സ്വത്ത് തർക്കം എന്റെ സഹോദരനുമായിട്ടുള്ളത് പരിഹരിച്ച് തരണമെന്ന്. അവൻ ചോദിച്ച അവന്റെ ആവശ്യം ഒട്ടും തെറ്റൊന്നുമല്ലായിരുന്നു. അവന്റെ ആവശ്യം ഒരുപക്ഷെ ന്യായമായ ഒരു ആവശ്യമായിരുന്നു. പക്ഷേ കർത്താവ് പഠിപ്പിച്ച വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. കർത്താവ് പഠിപ്പിക്കുമ്പോഴും അവന്റെ ചിന്ത സാമ്പത്തികമായിരുന്നു. ഭൗതികമായിട്ട് തന്റെ കുടുംബത്തിലെ സഹോദരനുമായിട്ടുള്ള സ്വത്ത് തർക്കമായിരുന്നു അവന്റെ വിഷയം. അതുകൊണ്ട് അവൻ കർത്താവ് പഠിപ്പിക്കുന്നതും കേൾക്കുന്നില്ല, മറ്റൊന്നിലും ആത്മീയ വിഷയങ്ങളൊന്നും താല്പര്യം കാണിക്കുന്നില്ല. ഇതേ കാര്യം നമുക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അവനെ നോക്കിയിട്ട് അവൻ എന്ത് പരിപാടിയെ കാണിച്ചെന്നൊക്കെ ചോദിക്കുമെങ്കിലും
നമ്മളും പല കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആത്മീയ വിഷയത്തിൽ യാതൊരു താല്പര്യം. അതുകൊണ്ടാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് 12-ാം അധ്യായം അതിൽ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അപ്പോൾ ഈ ഉപമയിലൂടെ കർത്താവ് ഉദ്ദേശിക്കുന്ന ഇതാണ്, ആ ചോദ്യം ചോദിച്ച ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവവിഷയമായിട്ട് സമ്പന്നനല്ലായിരുന്നു. എന്ന് വെച്ചാൽ അവന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഭൗതികമായിരുന്നു, ലോകപരമായിരുന്നു. അതുകൊണ്ട് അവന് കർത്താവിന്റെ വചനം കേൾക്കുവാനൊന്നും മനസ്സിലായിരുന്നു. അവന്റെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു കൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. അപ്പോൾ കർത്താവ് തന്നെ പറയുകയാണ്, സകല വിധ ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചുകൊള്ളുവേ. അപ്പോൾ ഈ ഉപമയുടെ താക്കോൽ വിഷയം എന്ന് പറയുന്നത്, പ്രധാന വിഷയം എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹമാണ്. സമൃദ്ധി അതാണ്. ദ്രവ്യാഗ്രഹമുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുൻപിലുള്ളത് സമൃദ്ധിയാണ്. സമൃദ്ധി അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്നൊരു ചിന്ത അവന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. പലപ്പോഴും ഇങ്ങനെ ദ്രവ്യാഗ്രഹത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ഭൗതിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൈവവിഷയത്തിന് യാതൊരു പ്രാധാന്യതയുമില്ല. ഇവിടെ ഇതാ കർത്താവ് പറയുന്ന ഈ ഉപമയിലെ മനുഷ്യന്റെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, സമൃദ്ധിക്കായിട്ട് കൊതിക്കുന്ന ദ്രവ്യാഗ്രഹമുള്ളവന്റെ ജീവിതത്തിലെ അവന്റെ യഥാർത്ഥ അവസ്ഥ ഇവിടെ കർത്താവ് തുറന്നു കാണിക്കുക. ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചിരുന്നു. ഒന്നാമതായി നാം ചിന്തിച്ചത്, അങ്ങനെ ദ്രവ്യാഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരുവൻ അവന്റെ സമൃദ്ധിയിൽ അവൻ എന്താണ് കാണുന്നത്? വാട്ട് ഡസ് ഹി സീ ഇൻ ഹിസ് ലൈഫ്? അവൻ എന്താണ് അവന്റെ ജീവിതത്തിൽ കാണുന്നത്? ഇവിടെ ഈ ഉപമയിലേക്ക് തന്നെ വരുമ്പോൾ ആ ധനവാനായിരിക്കുന്ന മനുഷ്യന് അവന് ഭൂമി നന്നായിട്ട് വിളഞ്ഞപ്പോൾ അവൻ പറയുന്ന വാക്കുകളുണ്ട്. 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ പറഞ്ഞു, ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്യും? എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഈ വാക്കുകളിൽ തന്നെ, അല്ലെങ്കിൽ ആ ധനവാന്റെ വാക്കുകളിൽ തന്നെ അവന്റെ ഒരു അവൻ 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 എന്താ അവന്റെ മുമ്പ് കാണുന്നതെന്ന്, അവന്റെ സ്വത്ത് അതാണ് വാക്യത്തിൽ ആരംഭിക്കുന്നത്. അവന്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞപ്പോൾ അവൻ എന്താ കാണുന്നേ? അവൻ പറയുക, എന്റെ വിളവ്, എന്റെ കളപ്പുര, എന്റെ 10 വട്ടം, ഇംഗ്ലീഷ് ബൈബിളിൽ 10 വട്ടം പറയുന്നുണ്ട് ഐ, മൈൻ, മൈ എന്നൊക്കെയുള്ള വാക്ക്. ഞാൻ, എന്റെ, എന്നോട് തന്നെ. അപ്പോൾ 10 പ്രാവശ്യം അവൻ പറയുന്നുണ്ടത്. എന്ന് വെച്ചാൽ എന്താ? അവന്റെ ഭൂമി നന്നായി വിളഞ്ഞപ്പോൾ, അവന്റെ സമൃദ്ധി ഉണ്ടായപ്പോൾ അവൻ എന്താ കണ്ടത്? അവനെ തന്നെയാണ് കാണുന്നത്. ദർ ഇസ് നോ ഗോഡ് ഇൻ ഇറ്റ്. ദൈവം അവിടെ ഇല്ല. ദൈവം തന്നു എന്ന് അവൻ പറയുന്നില്ല. മറിച്ച് അവൻ പറയുക, എല്ലാം എന്റെയാ, എന്റെ വിളവ്, എന്റെ കളപ്പുര, എന്റെ സ്വത്ത്, എന്റെ പറമ്പ്, ഇതാ അവന് പറയാനുള്ളത്. അവൻ സമൃദ്ധിയിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ ഭൗതിക ജീവിതത്തെ നോക്കുമ്പോൾ അവനെ തന്നെയാണ് കാണുവാൻ കഴിയുന്നത്. പ്രിയരെ, ഇതൊക്കെ നമുക്കും ഉണ്ടാകുവാൻ സാധ്യതയുള്ള പോരായ്മകളാ, ബലഹീനതകളാ. നാം ആരും പൂർണ്ണരല്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ മറന്ന് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ മുമ്പിൽ തെളിഞ്ഞു വന്നേക്കാം. നമ്മുടെ മുമ്പിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് പോകുമ്പോൾ, എന്ന് വെച്ചാൽ നമ്മുടെ ശാരീരിക ആരോഗ്യപരമായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് സാമ്പത്തികമായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല, ജോലിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കുടുംബത്തിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മെ തന്നെ നമ്മൾ നോക്കുവാനുള്ള, അയ്യോ ഇത് എന്റെ കഴിവ് കൊണ്ടാണല്ലോ. പണ്ടാരാണ്ട് സ്കൂളിൽ പോയിട്ട് ഒരു പയ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ, അവന് സ്കൂളിൽ ഫുൾ ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് മേടിച്ചപ്പോ അവൻ പറഞ്ഞത് എങ്ങനെയാ, ഞങ്ങൾ കുടുംബപരമായിട്ട് നല്ല ബുദ്ധിയുള്ള കുടുംബക്കാരാ. ഇൻ കേസ് അവൻ തോറ്റെങ്കിൽ പറയും, എന്നാലും ദൈവമേ എന്തുകൊണ്ട് എന്നെ തോൽപ്പിച്ചത്? ഇതേ മനോഭാവം നമുക്കും ഉണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ പറയും, കണ്ടോ എന്റെ മിടുക്ക് കൊണ്ടാ, എന്റെ കഴിവ് കൊണ്ടാ, ഞാൻ വളരെ ബുദ്ധിപരമായിട്ട് എന്റെ ജോലി മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഞാൻ വളരെ ബുദ്ധിയുള്ളവനാ, ഞങ്ങൾ കുടുംബപരമായിട്ട് നല്ല ബുദ്ധിയുള്ളവരാ, അതുകൊണ്ട് എല്ലാം വളരെ നന്നായിട്ട് പോകുന്നു. ക്രെഡിറ്റ് മുഴുവൻ നമുക്കാ.
പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലമോ പ്രയാസമോ ഒക്കെ വരുമ്പോൾ അപ്പോൾ ക്രെഡിറ്റ് മുഴുവൻ ആർക്കാ? അല്ലെങ്കിൽ നമ്മൾ പറയും ഇതെല്ലാം ആരാ? ദൈവം. എന്നാലും വൈ ഗോഡ്, ദൈവമേ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് അനുവദിക്കുന്നു? ഇവിടെ ഇതാ ഈ ധനവാനായിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ സമ്പത്ത് കണ്ടപ്പോൾ അവൻ ഭൗതികത്തെ നോക്കിയപ്പോൾ അവൻ അവനെ തന്നെയാണ് കാണുന്നത്. നാം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീതിമാന്റെ മേലും ദുഷ്ടന്റെ മേലും ഒരുപോലെ ദൈവം സൂര്യനെ ഉദിപ്പിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഈ ധനവാനായിരിക്കുന്ന മനുഷ്യൻ അവന് സമ്പത്തുണ്ടായതിന്റെ കാരണം അവൻ നല്ലവനായതുകൊണ്ടല്ല, ദൈവം നല്ലവനായതുകൊണ്ടാണ്. ഇതിൽ നിന്ന് മറ്റൊരു ആത്മീയ പാഠം, ഇതിനോട് ചേർന്ന് ചിന്തിക്കാൻ ഒരു ആത്മീയ പാഠം പറഞ്ഞു പോകട്ടെ. പലപ്പോഴും പല ആളുകളുടെയും ചിന്ത, ഭൗതിക നന്മകളാണ് എന്റെ ആത്മീക ജീവിതത്തിന്റെ നിലവാരം കാണിക്കുന്നത്. ഭൗതിക നന്മകളാണ് എന്റെ ആത്മീക ജീവിതത്തിന് നിലവാരം കാണിക്കുന്നത്. എന്ന് വെച്ചാൽ എന്റെ ജോലിയിൽ, എന്റെ സാമ്പത്തികപരമായി ഞാൻ ഉന്നമതിയിലേക്ക് വരും തോറും അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ വളരെ ആത്മീകനായതുകൊണ്ട് എനിക്ക് ഇതൊക്കെ സംഭവിക്കുന്നു. അങ്ങനെ ഒരിക്കലും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. നിശ്ചയമായിട്ടും ദൈവം നൽകുന്ന നന്മകളുണ്ട്. ദൈവം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ടൊക്കെ നാം വന്നേക്കാം. എന്നാൽ എന്റെ സാമ്പത്തികമാണ് എന്റെ ആത്മീയ ജീവിതത്തിന്റെ ഉയർച്ചയുടെ നിലവാരം എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനവധി ഉദാഹരണങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാം. മോശയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ അറിയാം, മോശയോട് ദൈവം കൽപ്പിച്ചു, നീ പാറയോട് കൽപ്പിക്ക എന്ന്. എന്താ മോശ ചെയ്തത്? മോശ പാറയെ അടിച്ചു. അപ്പോൾ അവൻ എന്താ ചെയ്തത്? അനുസരണക്കേട് കാണിച്ചത്. അപ്പോൾ ദൈവം തീരുമാനിച്ചു, നീ അനുസരണക്കേട് കാണിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു തുള്ളി വെള്ളം തരുന്നില്ല. അങ്ങനെ ചിന്തിച്ചോ? ഇല്ല. അടിച്ചിട്ടും അനുസരണക്കേട് കാണിച്ചിട്ടും പാറയെ മോശ അടിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം വന്നു. എന്നാൽ മോശയ്ക്ക് പിന്നീട് അതിന്റെ ശിക്ഷയുണ്ടായി എന്ന് നമുക്കറിയാം. അത് വലിയ ശിക്ഷയായിരുന്നു എന്ന് നമുക്കറിയാം. എങ്കിലും ഭൗതികമായിട്ട് ആ സമയത്ത് അവർക്ക് ആവശ്യമായിരുന്നു എന്തോ, വെള്ളമൊന്നും ദൈവം കൊടുക്കാതിരുന്നില്ല. ഇനിയും മറ്റനേകം ഉദാഹരണങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണാം. യാക്കോബിന്റെ ജീവിതത്തിലും ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയും. യാക്കോബ് അപ്പനെ ഉപായത്രം കാണിച്ച് അനുഗ്രഹം നേടിയെടുത്തു, സഹോദരനെ പറ്റിച്ചു, ജ്യേഷ്ഠാവകാശം നേടിയെടുത്തു. അവിടുന്ന് ഓടി പദ്ദൻഅരാമിൽ ചെന്ന് വിവാഹമൊക്കെ കഴിഞ്ഞ് അമ്മായിപ്പനോട് പോലും പറയാതെ അവിടുന്ന് മടങ്ങി വരുന്നുണ്ട്. അങ്ങനെ മടങ്ങി വരുമ്പോൾ തന്റെ സഹോദരനെ എതിരേൽക്കുന്നതിന് തൊട്ടു മുമ്പ് ഇവിടെ ഇതാ യാക്കോബ് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, സഹോദരന്റെ മുമ്പിൽ തനിക്ക് നിൽക്കണം. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? സഹോദരനെ എങ്ങനെയാണ്, ഏതിൽ വീഴ്ത്തണമെന്ന് യാക്കോബിന് അറിയാമായിരുന്നതുകൊണ്ട് അവരിഷ്ടം പോലെ സമ്പത്ത് മുമ്പിൽ കൊടുക്കുവാനുള്ള സമ്പത്തുണ്ടായിരുന്നു. ആർക്കും? യാക്കോബിനുണ്ടായിരുന്നു. അപ്പോൾ യാക്കോബ് ഉപായത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പരമായിട്ട് പുറമൊന്നും സംഭവിച്ചില്ല. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസിനോട് ബന്ധത്തിൽ നാം വായിക്കുന്നുണ്ട്. പത്രോസിനോട് കർത്താവ്, രാത്രി മുഴുവൻ പത്രോസ് മീൻ പിടിക്കുവാൻ കഷ്ടപ്പെട്ടു, ഒന്നും ലഭിക്കാതിരുന്നു. ഒടുവിൽ കർത്താവ് പറഞ്ഞു, ഇന്ന വശത്തോട് മീൻ പിടിക്കാൻ വല വീശുക. പത്രോസ് കർത്താവിന്റെ വാക്കിന് വല വീശി പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്ന് വായിക്കും. അപ്പൊ പത്രോസിന്റെ വാക്കുകൾ എന്താ? കർത്താവേ, ഞാനോ പാപിയായ മനുഷ്യൻ. ഞാൻ പറഞ്ഞു വന്ന ആശയം, ഭൗതിക നന്മകളൊക്കെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നിലവാരത്തെ കാണിക്കുന്നത് എപ്പോഴും അല്ല എന്നത് തിരുവചനത്തിൽ നമുക്ക് കാണാം. അത് നമ്മുടെ മനസ്സിലും ഇരിക്കേണ്ടത് ആവശ്യം. കാരണം ഭൗതികത്തെ നോക്കി നാം എന്താണ് കാണുന്നത്? ഇവിടെ ഈ ധനവാനായിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭൗതിക സമ്പത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത് അവനെ തന്നെയാണ്. ഞാൻ ഇതെല്ലാം നേടി, എന്തല്ലായിരുന്നു, അല്ലെങ്കിൽ ഇതല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവൻ കാണേണ്ടിയിരുന്നത്? അവൻ ദൈവത്തെ കാണേണ്ടിയിരുന്നത്. അവന്റെ വസ്തുവക നോക്കുമ്പോൾ, ദൈവമേ, അങ്ങ് എനിക്ക് ഇത് നൽകിയല്ലോ, അങ്ങ് എനിക്ക് എന്റെ ഭൂമി നന്നായി വിളയുവാൻ അങ്ങ് അനുവദിച്ചു, തക്ക സമയത്ത് അങ്ങ് മഴ പെയ്യിച്ചു, തക്ക സമയത്ത് അങ്ങ് ആവശ്യമായ വെയിൽ നൽകി, തക്ക സമയത്ത് എല്ലാം അങ്ങ് നൽകി. ഇതായിരുന്നു ഇവൻ പറയേണ്ടത്. പക്ഷെ ഇവന്റെ ചിന്താഗതി നേരെ തിരിച്ചാണ്. അവൻ കണ്ടത് അവനെ തന്നെയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മോടുള്ള ബന്ധത്തിലും അങ്ങനെ ഒരു മനോഭാവം വെച്ചു പുലർത്താതിരിപ്പാൻ, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിലും, നമ്മുടെ ഭവനം, നമ്മുടെ ജോലി, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ, ദൈവമേ, അങ്ങ് എനിക്ക് ഇതെല്ലാം നൽകി. ദാവീദ് പറയുന്ന പോലെ, ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നിടുവാൻ, എന്തുള്ളൂ എന്ന നിലയിൽ കാണുവാൻ, ദൈവത്തെ കാണുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലേക്ക് നോക്കുമ്പോഴും ദൈവത്തെ കാണുവാൻ, ദൈവമേ, അങ്ങ് ഇതെല്ലാം എനിക്ക് നൽകി തന്നു, അങ്ങ് എന്നോട് കരുണ കാണിച്ചു, വീഴാമായിരുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ നിലനിർത്തി എന്ന് കാണുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ എത്രയോ നന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത് കാണാം, ഈ ധനവാനായ മനുഷ്യൻ അവൻ കാണുന്നത് അവനെ തന്നെയായിരുന്നു, അവൻ കാണേണ്ടിയിരുന്ന ദൈവത്തെയായിരുന്നു.
രണ്ട്, അവൻ എന്താണ് ചിന്തിക്കുന്നത്? ഒന്ന്, അവൻ എന്താ കാണുന്നത് നാം കണ്ടു. അവൻ അവനെ തന്നെ കണ്ടു. അവൻ എന്താണ് ചിന്തിക്കുന്നത്? 19ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ എന്താ ചിന്തിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാം. അവന്റെ ചിന്ത ഇങ്ങനെയാണ്: എന്നിട്ട് എന്നോട് തന്നെ, ധനവാനോട് തന്നെ, നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അപ്പൊ അവനോട് തന്നെ പറയുന്ന കാര്യങ്ങളാ. അവന്റെ ഉള്ളിലെ ചിന്തയാ. അവൻ എന്താ ചിന്തിക്കുന്നത്? അവന് ഭൂമി നന്നായി വിളഞ്ഞപ്പോൾ അവന്റെ ചിന്ത എന്താ? അവൻ പറയുക, നീ ആസ്വദിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് അവനോട് തന്നെ പറയുക. എന്ന് വെച്ചാൽ അവൻ സ്വാർത്ഥപരമായിട്ട് ചിന്തിക്കുകയാ. അവൻ ചിന്തിക്കുക, എല്ലാം എനിക്ക് ആസ്വദിക്കാനാ, എനിക്ക് തിന്നുക, ഞാൻ കുടിക്കുക, ഞാൻ ആസ്വദിക്കുക, ഞാൻ ആനന്ദിക്കുക എന്നൊരു മനോഭാവത്തിലേക്ക് അവൻ മാറുകയാണ്. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ, അവൻ എന്താ ചിന്തിക്കുന്നത്? അവൻ വളരെ സ്വാർത്ഥമായിട്ട് ചിന്തിക്കുകയാണ്. അവൻ എങ്ങനെയായിരുന്നു ചിന്തിക്കേണ്ടത്? അവൻ ഇതെങ്ങനെ ദൈവത്തിന് മഹത്വത്തിനായി ഉപയോഗിക്കാം, ഇതെങ്ങനെ എനിക്ക് പ്രയോജനപ്പെടുത്താം, ദൈവം എന്തിന് എനിക്ക് ഇതൊക്കെ നൽകിയിരിക്കുന്നു, ഇത് ഞാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനേക്കാൾ ഉപരിയായി അവൻ എങ്ങനെ അത് ആസ്വദിക്കാം എന്നതായിരുന്നു അവന്റെ കണക്കുകൂട്ടലുകൾ. പ്രിയരെ, അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് ഇതൊക്കെ നൽകിയിരിക്കുന്നു, നാം ഇതൊന്നും ആസ്വദിക്കാൻ പാടില്ലയോ? അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. ഒന്നും ആസ്വദിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒന്നും നമ്മൾ ആസ്വദിക്കരുത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എപ്പോഴും കഞ്ഞിയും ഒക്കെ കുടിച്ച് വളരെ ഒരു ഇല്ലായ്മയുടെ ജീവിതം നയിക്കണമെന്നാണ് എന്ന് അങ്ങനെ വരെ ചിന്തിച്ചു കൂട്ടുന്നവരുണ്ട്. നമുക്കൊരു വാക്യം പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാം. എന്താണ് ദൈവം നമ്മളെ കുറിച്ച്, നമ്മുടെ ഭൗതിക നന്മകളൊക്കെ നമുക്ക് ദൈവം നൽകുമ്പോൾ എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരുപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാൻ. അപ്പോൾ ഇവിടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ. അപ്പൊ ദൈവത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ ദൈവാത്മാവ്: സകലവും ധാരാളമായി അനുഭവിപ്പാൻ. എന്നാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാ: എവറിത്തിങ് ഗോഡ് ഹാസ് ഗിവൺ ഫോർ അസ് ടു എൻജോയ്. സകലവും ദൈവം ഈ ഭൂമിയിൽ ആസ്വദിക്കാനായിട്ട് നൽകി. അതിന്റെ ആശയം എന്താണ്? നമുക്ക് ആസ്വദിക്കാം. ദൈവം ഈ ഭൂമിയിൽ നമുക്ക് എല്ലാം നൽകിയിരിക്കുന്നു. നമുക്ക് ഭക്ഷിപ്പാൻ ആഹാരം, പാർപ്പാൻ ഭവനം നൽകിയിട്ടുണ്ടെങ്കിൽ, സഞ്ചരിപ്പാൻ വാഹനം നൽകിയിട്ടുണ്ടെങ്കിൽ, കുടുംബം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ? നാം ഇതൊക്കെ സന്തോഷിച്ച്, ദൈവം ഇത് നൽകിയിരിക്കുന്നതൊക്കെ ആസ്വദിച്ച് ജീവിക്കുക തന്നെ വേണം. പക്ഷെ എങ്ങനെ ആയിരിക്കണം? അത് ദൈവത്തോട് ചേർന്നായിരിക്കണം. ഇതെല്ലാം എനിക്ക് ദൈവമാണ് നൽകിയിരിക്കുന്നത്. ദൈവത്തോട് ചേർന്നൊരു ജീവിതം ഇത് വളരെ ആവശ്യമാണ്. പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നത് എന്താണ്? ആസ്വാദനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ജീവിതമാണ്. എന്ന് വെച്ചാൽ ദൈവവും ദൈവവചനവും പ്രകാരമൊക്കെ പോയാൽ ഒരു ആസ്വാദനം ഒന്നും നടക്കുകയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സഭയും ദൈവവും ബൈബിളും ദൈവവചനവും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ആസ്വദിക്കുക. ഇവിടെ ധനവാന്റെ ചിന്ത എങ്ങനെയാ? ദൈവമില്ല അവനിൽ, അവൻ ദൈവത്തിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല. അവൻ സ്വയമായി ആസ്വദിക്കുവാനുള്ളൊരു പരിശ്രമം. അവൻ തിന്നുക, കുടിക്കുക, സ്വാർത്ഥപരമായ ഒരു ജീവിതം അല്ല. ദൈവം എന്തിനാണ് എനിക്ക് നൽകിയിരിക്കുന്നത്? ദൈവം ഒരിക്കലും ഞാൻ പട്ടിണി കിടക്കണം എന്ന് കരുതിയല്ല എനിക്ക് തരുന്നത്. ദൈവം നമുക്ക് എന്ത് നൽകിയിരിക്കുന്നോ അതിൽ ആസ്വദിച്ച് ജീവിക്കുവാൻ, അതിൽ തൃപ്തിയോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. ഞാൻ മുമ്പും മറ്റൊരു ഉപമയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് തൃപ്തിയില്ലാത്ത ഒരു ജീവിതം നമുക്ക് നയിക്കുന്നു എന്നതാ. മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർക്കുള്ളതുപോലെ ഒന്നും എനിക്കില്ലല്ലോ. പക്ഷേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് മറന്നിട്ടാണ് മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് തൃപ്തിയോടെ ഇരിപ്പാൻ കഴിയുകയില്ല, ആസ്വദിപ്പാനും കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന സമ്പത്തിൽ എന്താണ് നാം ചിന്തിക്കുന്നത്? ഇവിടെ ഈ മനുഷ്യൻ സ്വാർത്ഥമായിട്ട് ചിന്തിച്ചു. മറിച്ച് നമുക്കൊരു ആത്മീയ ചിന്താഗതി വേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തെ മുൻപിൽ വെച്ചുകൊണ്ട്, ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട്, ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ അതാണ് ശരിയായ ആസ്വാദ്യകരമായ ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? തിരുവചനത്തിലേക്ക് വരുമ്പോൾ സമ്പത്തിനോടുള്ള ബന്ധത്തിൽ
പലതരത്തിലുള്ള മനോഭാവങ്ങൾ വെച്ചു പുലർത്തിയ ആളുകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു മനോഭാവം എന്ന് പറയുന്നത് മുടിയനായ പുത്രന്റെ മനോഭാവമാണ്. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ ആസ്വദിക്കാൻ ശ്രമിച്ചു. അവൻ എങ്ങനെ ആസ്വദിച്ചത്? അവൻ സ്വത്തുവകയെല്ലാം, അപ്പൻ അവന് കൊടുത്ത സ്വത്തുവകയെല്ലാം നാനാവിധമാക്കി കളഞ്ഞിട്ടാണ് അവൻ ആസ്വദിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതൊരു എന്താ ഒരു ചിന്താഗതിയാ. ചിലരൊക്കെ സമ്പത്തിന് യാതൊരു പ്രാധാന്യവും നൽകാതെ എങ്ങനെയും അതിന് അത് വെറുതെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ അത് ബുദ്ധിയോടുകൂടെ പ്രയോജനപ്പെടുത്താതെ പോകുന്നവരുണ്ട്. മുടിയനായ പുത്രനെ പോലെ നാനാവിധമാക്കി കളയുന്നു. യാതൊരു തരത്തിലും അത് സംരക്ഷിക്കാതെ അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട നിലയിൽ ഉപയോഗിക്കാതെ മുമ്പോട്ട് പോകുന്നു. രണ്ടാമത്തെ ഒരു കൂട്ടം എന്ന് പറയുന്നത് മൂത്ത മകന്റെ സ്വഭാവമാണ്. ആ മുടിയനായ പുത്രന്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ. സഹോദരന്റെ മൂത്ത മകന്റെ സ്വഭാവം എന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടിയുള്ള അവൻ അപ്പന്റെ അടുക്ക വന്നിട്ട് ഒടുവിൽ പറയുന്നുണ്ട്, എനിക്ക് ഒരാട്ടിൻകുട്ടിയെ നൽകിയില്ലല്ലോ, എനിക്ക് നൽകിയില്ലല്ലോ, എന്തിനാ? എനിക്ക് എന്റെ സ്നേഹിതന്മാരോട് കൂടെ ആസ്വദിക്കാനായിട്ട്. അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനോഭാവം എന്ന് പറയുന്നത് അവൻ സ്വാർത്ഥമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ധനവാനെ പോലെ തന്നെ സ്വാർത്ഥപരമായ ഒരു ചിന്താഗതി. മൂന്നാമത്തെ നമ്മുടെ ഭൗതിക മേഖലയുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് നമുക്കുണ്ടാവേണ്ടത് അത് നല്ല കാര്യവിചാരകന്റെ സ്വഭാവമാണ്. ഞാനൊരു കാര്യവിചാരകനാണ്. നാം മുമ്പത്തെ ഉപമയിൽ പഠിച്ചതുപോലെ ദൈവം കാര്യവിചാരകനോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ യജമാനൻ കാര്യവിചാരകനോട് പറഞ്ഞിട്ടില്ല, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒന്നിലും നീ ആസ്വദിക്കരുതെന്ന്. എന്ന് വെച്ചാൽ നീ പട്ടിണി കിടന്ന് യജമാനന് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കണമെന്ന് യജമാനൻ പറഞ്ഞിട്ടില്ല. നിനക്ക് ഭക്ഷിപ്പാനുള്ളത് ഭക്ഷിച്ച് നിനക്ക് ജീവിക്കാനുള്ള നിലയിൽ ജീവിച്ചിട്ട് അതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നല്ല കാര്യവിചാരകന്മാരായി എല്ലാത്തിനും ഒരു കണക്ക് വളരെ ശ്രദ്ധയോടെ ഇത് എനിക്ക് ഒരുപക്ഷെ ജോലിയിൽ നിന്നായിരിക്കാം, അല്ലാത്ത നിലയിലായിരിക്കാം, കൂട്ടായ്മയിലൂടെ ലഭിക്കുന്ന ഏത് വിധേന ആയിക്കൊള്ളട്ടെ, എനിക്ക് ലഭിക്കുന്നതെല്ലാം നല്ല കാര്യവിചാരകത്വത്തോടുകൂടെ ഗ്രഹവിചാരകനാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ചെലവഴിക്കേണ്ടത് വളരെ ആവശ്യം. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഇവൻ എന്താണ് ചിന്തിക്കുന്നത്? അവന്റെ സമ്പത്തിൽ അവൻ എന്താണ് ചിന്തിച്ചത്? അവൻ സ്വാർത്ഥ ചിന്താഗതിയുള്ളവനായിട്ട് തീർന്നു. മൂന്നാമത്തെ കാര്യം, അതോടെ പറഞ്ഞ് ഈ ഉപമ അവസാനിപ്പിച്ച് മറ്റൊരു ഉപമയിലേക്ക് കടക്കാം. മൂന്നാമത്തെ കാര്യം, അവൻ എന്താണ് അനുഭവിക്കുന്നത്? വാട്ട് ഡസ് ഹി എക്സ്പീരിയൻസ്? അവൻ എന്താണ് അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്? അതാണ് നാം ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഉപമയുടെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. 20-ാമത്തെ വാക്യം, ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് ചോദിച്ചു. ആർക്കാകും എന്ന് പറഞ്ഞു. ഇവിടെ മൂന്നാമത്തെ കാര്യം, ഇവിടെ ഈ ധനവാനായിരിക്കുന്ന മനുഷ്യൻ എന്താണ് അനുഭവിക്കുന്നത്? അവന് ഭൂമി നന്നായി വിളഞ്ഞു. ദൈവം ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാ, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവനെ എടുത്തുകൊണ്ടാൽ നീ ഒരുക്കി വെച്ചതൊക്കെയോ ആർക്കാണ്? എന്ന് വെച്ചാൽ അവന് സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങുവാൻ കഴിയുകയില്ല. ഇവൻ എന്താ അനുഭവിക്കുക? ഇവന് സമ്പത്തായി, പക്ഷെ ഇവൻ എന്താ അനുഭവിക്കുന്നത്? ഇവന് സമാധാനമാണോ അതോ അസമാധാനമോ? ഇന്ന് ഇതൊക്കെ ഒരുക്കി വെച്ച് ഇതൊക്കെ പോയാൽ എന്ത് വിചാരിക്കും, എന്തുണ്ടാവും, അല്ലെങ്കിൽ പോയാൽ എന്ത് സംഭവിക്കും, ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നാലോ? ചിന്താക്കുഴപ്പങ്ങളാ. അനേക ആളുകൾ ചിന്തിക്കുന്നത് സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചാൽ നമുക്കത് സമാധാനം കൊണ്ടുവരുമെന്നാ. എന്നാൽ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊക്കെ പരിചിതമാണ്. സഭാപ്രസംഗി 5:12 ധനവാന്റെ സമൃദ്ധിയോ അവന് ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. അതെത്രയോ വാസ്തവമാണല്ലേ? ഈ ധനവാനോടുള്ള ബന്ധത്തിലും ശലോമോൻ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കാര്യങ്ങൾ, ധനവാന്റെ സമൃദ്ധിയോ അവന് ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. സമ്പത്ത് വർദ്ധിക്കും തോറും ഉറക്കമില്ല. സമ്പത്ത് വർദ്ധിക്കും തോറും ഉറങ്ങാനുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരിക. എന്താ കാരണം? ഈ സമ്പത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറക്കമില്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും നാം ദ്രവ്യാഗ്രഹത്തിലൂടെ അധിക സമൃദ്ധി അത് മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ആത്മീയ താല്പര്യമില്ലാതെ ദൈവത്തെ മറന്ന് ദൈവത്തെ കാണാതെ സ്വാർത്ഥ ചിന്താഗതിയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാ. നമുക്ക് ഉറക്കമില്ലാത്തവരായി തീരും, അല്ലെങ്കിൽ സമാധാനമില്ലാത്തവരായി തീരും.
എത്ര നേടിയാലും തൃപ്തിയില്ലാതെ അസമാധാനമുള്ള ഒരു ജീവിതം നയിക്കാനുള്ള സാധ്യത നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഉപമയെ പറഞ്ഞതിന് ശേഷം 22 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നത് എന്ത് വിഷയമാണെന്ന് അറിയാമോ? കർത്താവിന്റെ പ്രസംഗ വിഷയം 22 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വിചാരപ്പെടുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു എന്നതാണ് 22 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴുള്ള വിഷയം. എന്നിട്ട് 31 വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ വിചാരപ്പെടലൊക്കെ മാറണമെങ്കിൽ, നിങ്ങളുടെ അസമാധാനമൊക്കെ മാറണമെങ്കിൽ, നിങ്ങളുടെ ഈ വറി വ്യാകുലതകളൊക്കെ മാറണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 31 വാക്യത്തിൽ പറഞ്ഞു, അവന്റെ രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇത് കിട്ടും. മത്തായിയുടെ സുവിശേഷത്തിൽ അത് മറ്റൊരു സീക്ക് ye first the kingdom of God എന്ന് പറഞ്ഞിരിക്കുന്നു. അതേ കാര്യം തന്നെ കർത്താവ് ഇവിടെയും പറഞ്ഞിരിക്കുക. എന്തിനോടുള്ള ബന്ധത്തിൽ? നിങ്ങൾ വ്യാകുലപ്പെടരുത്. ഇനി എന്തുകൊണ്ട് വ്യാകുലപ്പെടുന്നു? ഇത്രയേ ഉള്ളൂ. ദൈവത്തെ അല്ല മുമ്പിൽ വെച്ചിരിക്കുന്നത്. യു ആർ നോട്ട് സീക്കിംഗ് ഗോഡ് ആൻഡ് ഹിസ് കിങ്ഡം. ദൈവത്തെയോ ദൈവത്തിന്റെ രാജ്യത്തെയോ അല്ല അന്വേഷിക്കുന്നത്. നാം നമ്മുടെ കാര്യങ്ങൾ സ്വാർത്ഥപരമായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വിചാരപ്പെടുതൽ, വ്യാകുലതകളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാനുഷികമായ നിലയിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കർത്താവ് ഈ ഉപമയിലൂടെ നമുക്ക് നൽകുന്നത്. നമുക്ക് ഭൂമി നന്നായി വിളഞ്ഞു അർച്ചാൽ നമുക്ക് ഭൗതികമായ അല്ലെങ്കിൽ ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളർച്ച വരുന്നു, മുന്നേറി വരുന്നു. നല്ല കാര്യം. അത് ദൈവമാണ് നമുക്ക് നൽകുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ ദൈവത്തെ കൂടാതെ ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെ ഇതൊക്കെ നേടാൻ ശ്രമിക്കുന്നവർ. ദൈവം തന്നെ പറഞ്ഞ പോലെ ഈ ഭൗതിക കാര്യങ്ങളൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണല്ലോ. ദൈവം ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതാ. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൗതികമായിട്ട് വളർച്ച ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാം വളരുമ്പോൾ നാം എന്താ കാണുന്നത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചു, ലോകമനുഷ്യനെ സംബന്ധിച്ചല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താ കാണുന്നത്? അവൻ ദൈവത്തെ കാണുന്നവനായിരിക്കണം. ദൈവത്തെ കണ്ട് എന്റെ കർത്താവ് എനിക്ക് ഇതൊക്കെ നൽകി എന്ന മനോഭാവത്തോടുകൂടെ ജീവിക്കുവാൻ സാധിക്കണം. 2, അവൻ എന്താ ചിന്തിക്കുന്നത്? സ്വാർത്ഥതയിലാകരുത്, ആത്മീയ ചിന്താഗതി നമുക്കുണ്ടാവട്ടെ. 3, എന്താ അനുഭവിക്കുന്നത്? ദൈവത്തെ കാണാതെ സ്വാർത്ഥപരമായി ചിന്തിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്നത് അസമാധാനമായിരിക്കും. അതുകൊണ്ട് ശലോമോൻ പറഞ്ഞ വാക്കുകൾ അവനത് അങ്ങനെ ജീവിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്താണ്. ധനവാന്റെ സമൃദ്ധി അവന് ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ ദൈവത്തെ മുൻപിൽ വെച്ച് ജീവിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം വ്യാകുലപ്പെടേണ്ടതില്ല. അവന് സമാധാനത്തിന് വകയുണ്ട് താനും. കർത്താവ് നമ്മെ സഹായിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ഈ ഉപമയുടെ ഏറ്റവും ഒടുവിൽ പറയുന്നത് ദൈവ വിഷയമായി സമ്പന്നനായിരിക്കുക. നീ ഭൗതികമായിട്ട് ആ ചോദ്യം ചോദിച്ച ആ പുരുഷാരത്തിൽ ഒരുവൻ, അവന്റെ കാര്യം എന്താ? എന്റെ സഹോദരനുമായിട്ടുള്ള എന്റെ വസ്തുതർക്കം അങ്ങ് പരിഹരിച്ചു തരണമേ എന്ന കർത്താവിന്റെ അടുക്കൽ ചോദിക്കും. കർത്താവ് പറയുന്നത്, നീ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിൽ സമ്പന്നനാകാൻ ശ്രമിക്കാതെ ആത്മീയപരമായിരിക്കുന്നതിൽ, ആത്മീയ വിഷയങ്ങളിൽ സമ്പന്നനായിരിക്കുക എന്ന് പറയും. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോടും ഇടപെടട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം എന്താ കാണുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു, ഇതിലൊക്കെ നോക്കുമ്പോൾ അവയൊക്കെ കണ്ടുകൊണ്ട് ദൈവമേ അങ്ങ് എനിക്കിത് നൽകി, അങ്ങ് എനിക്ക് കൃപ നൽകി, അങ്ങ് എനിക്ക് ആരോഗ്യം നൽകി, അങ്ങ് എന്നെ നിലനിർത്തുന്നു, അങ്ങ് എനിക്ക് ജോലി നൽകി, അങ്ങ് എനിക്ക് കുടുംബം നൽകി, അങ്ങ് എനിക്ക് മക്കളെ നൽകി, അങ്ങ് എനിക്ക് എന്റെ ജീവിതത്തിൽ എല്ലാം അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു, അങ്ങ് എനിക്ക് വാഹനം നൽകി, അങ്ങ് എനിക്ക് ഭവനം നൽകി, എല്ലാം അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു എന്ന നിലയിൽ കാണുവാൻ ഉള്ള കാഴ്ചപ്പാട്, ആത്മീയ കാഴ്ചപ്പാട് നമുക്കും ഉണ്ടാവട്ടെ. 2, എന്താ നാം ചിന്തിക്കുന്നത്? സ്വാർത്ഥപരമായി എനിക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകുമ്പോൾ ഇത് എനിക്ക് ആസ്വദിക്കാൻ, ഞാനിത് ആർക്കുമില്ല, എനിക്കിത് എന്ന മനോഭാവം, ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ ആസ്വദിക്കും, ഞാൻ ആനന്ദിക്കും. അല്ല, ദൈവം ആസ്വദിക്കരുതെന്നല്ല പറയുന്നത്. ദൈവത്തെ മാറ്റിവെച്ചിട്ട് അതിന് ശ്രമിക്കരുത്. സ്വാർത്ഥത വിട്ടുകളഞ്ഞ് ആത്മീയ വിഷയമായി സമ്പന്നരാകുക. 3, അങ്ങനെയെങ്കിൽ നമുക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കും. മുമ്പോട്ട് നമുക്ക് കടന്നു വരാം. മറ്റൊരു ഉപമയിലേക്ക് വരുന്ന ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ തീർക്കാവുന്ന മറ്റൊരു ഉപമയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 19 അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുണ്ട്. എന്നാൽ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല.
ചുരുങ്ങിയ വാക്യങ്ങൾ മാത്രം 11 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സസ് 11 ഓൺവേർഡ്സ്. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിന് സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവനൊരു ഉപമയും കൂടെ പറഞ്ഞത് എന്തെന്നാൽ, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത്തവൻ അടുത്തു വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തൻ ആയതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. രണ്ടാമത്തവൻ വന്നു, കർത്താവെ, നീ തന്ന റാത്തൽ കൊണ്ട് 5 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിന് മേൽ മേൽവിചാരകനായിരിക്ക എന്ന് അവനോട് കൽപ്പിച്ചു. മറ്റൊരുവൻ വന്ന്, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാൻ അതൊരു ഉറുമാലിൽ കെട്ടി വെച്ചിരിക്കുന്നു. നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി താഴെയുള്ള വാക്യങ്ങളുമുണ്ട്, 27 വരെയുള്ള വാക്യങ്ങളുണ്ട്. ഞാൻ അത്രയും വാക്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. ഇതിന്റെ പശ്ചാത്തലം എന്തുകൊണ്ട് കർത്താവ് ഈ ഉപമ പറഞ്ഞു അത് നാം വായിച്ച വാക്യത്തിൽ തന്നെയുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, യേശു യെരൂശലേമിന് അടുക്കുമ്പോൾ ജനം എന്താണ് ചിന്തിച്ചിരുന്ന ഒരു കാര്യമെന്ന് കർത്താവ് മനസ്സിലാക്കി. നമ്മുടെ കർത്താവ് സകല കാര്യങ്ങളും മനസ്സിലാക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് ഇവിടെ മനസ്സിലാക്കി. ജനത്തിന്റെ ഇടയിൽ ഒരു ചിന്ത വന്നു, അവൻ രാജ്യം സ്ഥാപിക്കുവാൻ ഉടനെ ക്ഷണത്തിൽ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു എന്നൊരു കിംവദന്തികൾ, റൂമേഴ്സ് ജനത്തിന്റെ ഇടയിൽ പടർന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കിംവദന്തി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ കർത്താവ്, അങ്ങനെ റൂമേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ കർത്താവ് താൻ റോമിനെ തകർത്തുകൊണ്ട് തന്റെ സിംഹാസനം ഇപ്പോൾ സ്ഥാപിക്കാൻ പോകുകയല്ല എന്ന് പറയുവാൻ വേണ്ടി, ആ ധാരണ മാറ്റുവാൻ വേണ്ടി ഈ ഉപമ കർത്താവ് പറയുകയാണ്. ഈ ഉപമയിൽ കുലീനനായ ഒരു മനുഷ്യൻ തന്റെ ദാസന്മാർക്ക് 10 റാത്തൽ വെള്ളി നൽകി പറഞ്ഞ് ഞാൻ വരുവോളം വ്യാപാരം ചെയ്യുക എന്ന് പറയുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ യാത്ര പോകുന്നു. മടങ്ങി വരുന്ന സമയത്തിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, തന്റെ ദാസന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മോടുള്ള ബന്ധത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിനും കർത്താവിന്റെ മടങ്ങി വരവിന്റെയും മധ്യത്തിലാണ് നാമും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വി ആർ ലിവിങ് ഇൻ ബിറ്റ്വീൻ ദ ഡിപ്പാച്ചർ ആൻഡ് ദ റിട്ടേൺ ഓഫ് അവർ ലോർഡ് ജീസസ്. കർത്താവ് കടന്നുപോയിരിക്കുന്നു, മടങ്ങി വരും. ഇതിനിടയിലുള്ള ഈ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് ഇവിടെ ഈ ദാസന്മാരോട് എന്ന് മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും മടങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ മടങ്ങി വന്നപ്പോൾ പ്രധാനമായി 2 കൂട്ടം ദാസന്മാരോട് ഇടപെടുന്നുണ്ട്. 3 കൂട്ടരോടുണ്ടെങ്കിലും മൂന്നാമത്തേത് ഒരു മത്സരക്കാരാണ്. അവരെ ദാസന്മാരുടെ ഗണത്തിലല്ല, മത്സരക്കാരായിരിക്കുന്നവർ. എന്നാൽ ബാക്കി 2 കൂട്ടക്കാരെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് എങ്ങനെ പറയാം? വിശ്വസ്ത ദാസന്മാരും അവിശ്വസ്തരായിരുന്ന ദാസന്മാരും. നമുക്കറിയാം, റാത്തൽ നൽകി അത് വിശ്വസ്തയോടുകൂടെ ഉപയോഗിച്ചവരും വിശ്വസ്തയോടുകൂടെ ഉപയോഗിക്കാതെ ഇരുന്നവരും. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഈ 2 കൂട്ടരെയും വരുന്ന 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഒന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ വിശ്വസ്ത ദാസന്മാരുടെ ചില സവിശേഷതകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിശ്വസ്ത ദാസന്മാരുടെ സവിശേഷതകൾ 3 സവിശേഷതകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ യജമാനൻ യാത്ര പോകുന്നതിന് മുമ്പ് ഈ 10 റാത്തൽ കൊടുത്തിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. 10 റാത്തൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെവിനല്ല, ഞാൻ വരുവോളം വ്യാപാരം ചെയ്യുവിനെന്ന് പറഞ്ഞു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ ഈ വിശ്വസ്തദാസന്മാരുടെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, അവരുടെ ഉത്തരവാദിത്വം എന്തെന്ന് അവർ അറിഞ്ഞവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതാ ഒന്നാമത്തെ അവരുടെ സവിശേഷത. ദാസന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ഒന്നാമത്തെ സവിശേഷത എന്താണ്? അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം.
പ്രിയരെ, നമ്മോടുള്ള ബന്ധത്തിലും ഇത് വളരെ പരമപ്രധാനം. അനേക ആളുകൾക്കും അവരുടെ ഉത്തരവാദിത്തം എന്തെന്ന് അറിഞ്ഞുകൂടാ. അത് മാത്രമല്ല, ഉത്തരവാദിത്തം അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്നവരുണ്ട്. മറ്റൊരു കൂട്ടർ അറിയാൻ ഒട്ടും താല്പര്യമില്ലാത്തവർ. ദൈവം നമ്മെ ദൈവസഭകളിൽ ആക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മെ കുടുംബങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്നു. ദൈവം നമുക്ക് കുടുംബങ്ങൾ നൽകിയിരിക്കുന്നു. നമ്മെ പല മേഖലകളിൽ, പല സ്ഥലങ്ങളിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് നാം ഇത് പ്രയോജനപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ഇത് അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു നോ അവർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെ. പലപ്പോഴും ഇത് അറിയാൻ ഒട്ടും താല്പര്യമില്ലാതെ, അല്ലെങ്കിൽ ഇതിനോട് ദൈവം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സഭയിൽ എനിക്ക് ഒരു ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സഭയിൽ പോകുക, വരിക, ഇതാണ് എന്നെ കുറിച്ചുള്ളത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. അല്ല, ദൈവം എനിക്ക് നൽകിയ താലന്തുകൾ, ദൈവം എനിക്ക് നൽകിയ കഴിവുകൾ, ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ, എന്നിൽ ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ദൈവം ഇതെന്തിന് നൽകിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ, കഴിവ് തിരിച്ചറിയുമ്പോൾ തന്നെ ഈ കഴിവ് കൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ പാട്ട് പാടാൻ താലന്തുള്ള, കഴിവുള്ള ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം അതിന് എന്തിനായി നൽകിയിരിക്കുന്നത് ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇത് കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് പാടാനാ. അതുപോലെ തന്നെ ഓരോ ശുശ്രൂഷകളും, ഓരോ കൃപാവരങ്ങളും നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ ആ കൃപാവരം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. മൂപ്പൻ എന്നുള്ളത് ഒരു കൃപാവരമാണ്. ഈ കൃപാവരം ലഭിച്ചിരിക്കുന്ന ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താ ഞാൻ ചെയ്യേണ്ടതെന്നതല്ല, അതിനി പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മൂപ്പൻ എന്നുള്ള കൃപാവരം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ടത് വളരെ ആവശ്യം. അങ്ങനെ ഓരോന്നും ദൈവം നമ്മെ നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം എന്ത് എന്ന് നാം അറിയേണ്ടത് വളരെ ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നാം മറ്റൊരു ഉപമ കാണുന്നുണ്ട്. അത് താലന്തിന്റെ ഉപമയാണ്. താലന്തിന്റെ ഉപമകൾ അവിടെ കാണുന്നുണ്ട്. പല ആളുകളും ഈ രണ്ട് ഉപമയും ഒന്നാണ് എന്ന് ചിന്തിക്കാറുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന താലന്തിന്റെ ഉപമയും ഈ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന റാത്തലിന്റെ ഉപമയും ഒന്നാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ല, ഇത് രണ്ടും രണ്ട് ഉപമകളാണ്. എന്നാൽ ഇത് തമ്മിൽ സാമ്യമുണ്ട്. സാമ്യം എന്തെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും വിശ്വസ്തയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്. എങ്കിലും ഇത് രണ്ടും രണ്ട് ഉപമകളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം എന്താ? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ താലന്തിന്റെ ഉപമയിൽ നമുക്കറിയാം അവിടെ 3 ദാസന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 3 ദാസന്മാർക്കും കൊടുത്തിരിക്കുന്നു. ഇനി അവിടെ കൊടുത്തിരിക്കുന്ന രീതി എങ്ങനെയാ? അവർക്ക് കൊടുത്ത താലന്ത് അളവ് ഒരുപോലെ അല്ലായിരുന്നു എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴുള്ള റാത്തലിന്റെ ഉപമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇവിടെ 3 അല്ല 10 ദാസന്മാർക്ക് കൊടുക്കുന്നു. അത് മാത്രമല്ല എല്ലാവർക്കും ഒരേ അളവിലാണ് വെള്ളി ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിൽ വെക്കേണ്ടത്, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലും ഈ രണ്ട് ഉപമകളും വ്യത്യസ്തമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അത് ക്ഷമിക്കണം, അവിടെ പറഞ്ഞിരിക്കുന്ന താലന്തിനെ കുറിച്ചും താലന്തുകൾ നൽകിയിരിക്കുന്നു. വ്യത്യസ്ത അളവിലാണ് കൊടുക്കുന്നത്. ഒരുവൻ 5, ഒരുവന് 3, ഒരുവൻ 1 എന്ന നിലയിൽ. എന്നാൽ ഇവിടെ റാത്തലിനെ സംബന്ധിച്ച റാത്തൽ വെള്ളി നൽകുമ്പോൾ ഒരേ അളവിൽ കൊടുക്കുന്നു. 10 പേർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രഥമമായിട്ടും എന്തായിരിക്കും കർത്താവ് ഈ കൊടുത്തതിലൂടെ, ഈ വെള്ളി കൊടുത്തു എന്നതിലൂടെ നമുക്ക് നൽകുന്ന ഉപദേശം? നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നൽകിയിരിക്കുന്ന ഒന്ന്. നമുക്ക് പല കാര്യങ്ങളും ഒരുപോലെ നൽകിയിട്ടുണ്ട്. ദൈവവചനം നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപോലെ നൽകിയിരിക്കുന്ന പല അനുഗ്രഹങ്ങളും ദൈവത്താൽ നൽകിയിട്ടുണ്ട്. എന്നാൽ നാം ഉപയോഗപ്പെടുത്തേണ്ടത്, ഞാൻ വരുമ്പോഴും വ്യാപാരം ചെയ്യുവിൻ എന്നാണ് ഇവിടെ യജമാനൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ നാം വ്യാപാരം ചെയ്യേണ്ടുന്ന എന്താ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്? നമുക്ക് ഇങ്ങനെ ലളിതമായിട്ട് പറയാം, അത് സുവിശേഷത്തോടുള്ള ബന്ധത്തിലാണ്. സുവിശേഷത്തോട് അത് നമുക്ക് എല്ലാവർക്കും, എല്ലാ വിശ്വാസികൾക്കും
ഒരുപോലെ നൽകിയിരിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് സുവിശേഷകന്മാരെ സംബന്ധിച്ചിടത്തോളം ആ കൃപാവരം കൂടെ നൽകി ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിലും സുവിശേഷകന്മാർ മാത്രമല്ല, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവാത്മാവ് പൗലോസിലൂടെ രേഖപ്പെടുത്തിയിരിക്കുക. പൗലോസ് പറയുന്നത് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം. സെക്കൻഡ് ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 and verse 4 അവിടെ പറയും ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം. നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കർത്താവ് പറഞ്ഞു കർത്താവിന്റെ വരവ് വരെയും നാം വ്യാപാരം ചെയ്യേണ്ടുന്ന ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നാം എങ്ങനെയാണ് നമ്മുടെ ഉത്തരവാദിത്വം അറിയുന്നവരായിരിക്കണം. അപ്പോൾ വിശ്വസ്ത ദാസന്മാരുടെ ഒന്നാമത്തെ പ്രത്യേകത അവരവരുടെ ഉത്തരവാദിത്വം എന്ത് എന്ന് അറിയുന്നവരാണ്. 2, അവരുടെ രണ്ടാമത്തെ സവിശേഷത അതവർ വിശ്വസ്തയോടുകൂടെ ചെയ്യും. അതാണ് ഇവിടെ ഈ ഉപമയിലേക്ക് വരുമ്പോൾ 10 ദാസന്മാരുണ്ടെങ്കിലും എത്ര പേര് ഇവിടെ ഇത് നിവർത്തീകരിച്ചു അല്ലെങ്കിൽ വിശ്വസ്തയോടുകൂടെ ചെയ്തില്ല എന്നും ചെയ്തു എന്നും രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഭൂരിഭാഗം പേരും വിശ്വസ്തയോടുകൂടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലര് ചെയ്യാതെയും ഇരുന്നു. ഒരുപക്ഷെ അവരെന്തുകൊണ്ടായിരിക്കാം ചെയ്യാതിരുന്നത്? ചിലരെങ്കിലും ചിന്തിച്ച് കാണും, ഈ ഒരു റാത്തൽ വെള്ളി എന്ന് പറയുന്നത് അത് അത്ര വലിയ തുകയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഇത് വലിയ പ്രാധാന്യമൊന്നുമില്ല, ഇത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിലർ ചിന്തിച്ച് കാണും. സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഈ സുവിശേഷമൊക്കെ ഇങ്ങനെ പ്രസംഗിക്കേണ്ട എന്താ ആവശ്യം ഇരിക്കുന്നത്? നമ്മൾ ഇത്രയും പ്രസംഗിച്ചില്ലേ, ഇത്രയും പ്രോഗ്രാം കണ്ടക്ട് ചെയ്തില്ലേ, ഈ പരസ്യവും കൊണ്ടും ഈ ഭവന സന്ദർശനം കൊണ്ടും ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും സഭയ്ക്ക് വലിയ പ്രയോജനമൊന്നും ഇത് വേണ്ടെന്നേ ഇങ്ങനെ പറയുന്നവരുണ്ട്. ഇവിടെ ദാസന്മാര് പ്രവർത്തിക്കാതിരുന്ന ദാസന്മാര് ഉപയോഗിക്കാതിരുന്ന ദാസന്മാരുള്ളത് അവരൊരു പക്ഷെ അങ്ങനെ ആയിരിക്കും ചിന്തിച്ചത്. മറ്റൊരു കൂട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ മറ്റൊരു കൂട്ടം പറഞ്ഞ പ്രവർത്തിക്കാതിരുന്നവർ പറഞ്ഞ മറ്റൊരു ന്യായീകരണം എന്ന് പറയുന്നത് അവർ ചിന്തിച്ചേക്കാം, ഈ കുലീനനായ മനുഷ്യൻ ഇവർക്ക് ഈ റാത്തൽ വെള്ളി ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരുമ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു, എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നൊന്നും ഈ കുലീനനായ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ ചിന്തിച്ചാണ് എന്തിനാണ് നമ്മൾ വെറുതെ വ്യാപാരമൊക്കെ ചെയ്യുന്നത്, ഒന്നും കിട്ടാനും പോകുന്നില്ല ഒടുവിൽ എന്നൊക്കെ ചിന്തിച്ച് കാണാം. മൂന്നാമതായിട്ട് ചിലർ ചിന്തിച്ചു കാണും, ഈ മടങ്ങി വരുമെന്ന് എന്താ ഇത്ര ഉറപ്പുള്ളത്? അങ്ങനെ ചിന്തിക്കുമല്ലോ, മടങ്ങി വരുമെന്ന് എന്താ ഇത്ര ഉറപ്പുള്ളത്? കർത്താവിനുള്ള ബന്ധത്തിലും കർത്താവ് വരാൻ പോകുന്നു, പക്ഷെ ഞങ്ങളുടെ ജീവിതകാലത്തൊന്നും വരാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന നിരവധി വിശ്വാസികളുണ്ട്. ഇത്രയും വർഷമായില്ലേ, അതുകൊണ്ട് ഏതായാലും അങ്ങനെയൊന്നും ഉടനെ ഉണ്ടാവുകയില്ല, അതുകൊണ്ടാണ് കർത്താവിന്റെ വരവ് താമസിക്കട്ടെ എന്ന് നമ്മുടെ വാക്കുകളിൽ പോലും ചിലപ്പോഴൊക്കെ അർത്ഥമാക്കുന്ന അതല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ അപ്പോൾ അടുത്ത ആഴ്ച വരെ താമസിക്കുമെന്ന് നമുക്കൊരു ചിന്ത. അങ്ങനെയല്ല, കർത്താവിന്റെ വരവ് കർത്താവ് തക്ക സമയത്ത് തന്നെ വരും. നാം ആണ് താമസിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതായാലും ഞങ്ങളുടെ ജീവിതകാലത്ത് വരികയില്ല എന്ന് വരെയും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്നവരാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരു ന്യായീകരണവും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതിരിപ്പാൻ പറയാനില്ല. ഒരു ന്യായീകരണവും നമുക്ക് നിരത്തുവാൻ സാധിക്കുകയില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവരുടെ സവിശേഷത പറഞ്ഞ് അവസാനിപ്പിക്കാം. അവർക്കൊക്കെ ഇവിടെ കുലീനായ മനുഷ്യൻ യജമാനൻ മടങ്ങി വന്നു, പ്രവൃത്തി ചെയ്ത വ്യാപാരം ചെയ്തവർക്കൊക്കെ പ്രതിഫലം കൊടുക്കുന്നതായിട്ട് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഇനി ഇത്രയും പറഞ്ഞ് ഞാനൊന്ന് അവസാനിപ്പിക്കട്ടെ. അവര് നേടിയതൊക്കെ പല അളവിലാണ്, ഒരേ അളവിലൊന്നുമല്ല. ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഒരുവൻ 10 നേടി, ഒരുവൻ 5 നേടി എന്ന് പറയുന്നു. അപ്പോൾ അതിന് യജമാനൻ യാതൊരു പരിഭവവും ഇവിടെ പറയുന്നില്ല. ഒരുത്തൻ 10 നേടി, അതും നേടിയല്ലോ, ഗുഡ്, നല്ലത്. 5 നേടി, നല്ലത് എന്ന് പറയുന്നത് വിശ്വാൽ നീ എത്ര നേടി എന്നതല്ല, നീ ഇത് ചെയ്തോ ഇല്ലയോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താ പ്രതിഫലം? അതിവിടെ വളരെ പരമപ്രധാനമാണ്. പ്രതിഫലം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ എന്താ നാം പ്രതിഫലം എന്ന് ചിന്തിക്കുന്നത്? പലപ്പോഴും ചിന്തിക്കും, ഇത്രയും നാൾ ഞാൻ അധ്വാനിച്ചു, ഇനി നിനക്ക് എന്താ ഉള്ള പ്രതിഫലം? നീ ശാന്തമായിരിക്കുക, നീ ആസ്വദിക്കുക, ഇനി നീ വിശ്രമിച്ചു കൊള്ളുക, ഇതാണ് പ്രതിഫലം. അല്ല, ദൈവത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന മേഖലയിൽ നാം വിശ്വസ്തയോടുകൂടെ ചെയ്യുമ്പോഴുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ഇവിടെ നാം വായിക്കുന്നു,
10 നേടിയവനോട് പറയുന്നു 10 പട്ടണങ്ങൾ നിന്നെ ഏൽപ്പിക്കുക, അതിന്റെ ഉത്തരവാദിത്വം നിനക്ക് തരിക. 5 നേടിയവൻ പറഞ്ഞു 5 പട്ടണങ്ങൾക്ക് മേൽ നീ ഇനി അധിപതിയായിരിക്കുക, അതിന്റെ ഉത്തരവാദിത്വം നിനക്ക്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ 10 നേടിയൻ 10 നീ നേടി, അധികം നേടി, നീ കർത്താവിന് വേണ്ടി നേടി എങ്കിൽ എന്താ പ്രതിഫലം? നീ കുറെ കൂടെ കാര്യങ്ങൾ നിന്നെ ഭരമേൽപ്പിക്കുക, അധികം ഉത്തരവാദിത്വം. അതുകൊണ്ട് കർത്താവ് അത്യല്പത്തിൽ വിശ്വസ്തൻ, അധികത്തിലും കാര്യവിചാരൻ. ദാറ്റ് ഈസ് ദ റിവാർഡ് ഓഫ് ഗോഡ്. ദൈവം നമുക്ക് ഇവിടെ നൽകുന്ന പ്രതിഫലങ്ങളിൽ ഒന്ന് അതാണ്. എന്താ? നീ കർത്താവിന് വേണ്ടി ഇത്രയും ചെയ്തോ, നീ അല്പത്തിൽ വിശ്വസ്തത നീ പുലർത്തിയോ, എങ്കിൽ നിന്നെ അധികത്തിൽ നിന്നെ കാര്യവിചാരകനാക്കും. നീ ഇനി വിശ്രമിച്ചോ എന്നതല്ല കർത്താവിന്റെ പ്രതിഫലം. നീ ഇനി അധികം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. നീ അധികം ഉത്തരവാദിത്തങ്ങൾ കർത്താവ് നമ്മുടെ കരങ്ങളിലേക്ക് വരവേൽപ്പിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. എങ്കിലും നാം ഇത്ര മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവിടെ ഇതാ വിശ്വസ്തദാസന്മാർ, അവരുടെ ഉത്തരവാദിത്വം എന്ത് എന്ന് അവർ അറിഞ്ഞു. 2, അതവർ വിശ്വസ്തയോടെ ചെയ്തു. 3, അവർക്ക് പ്രതിഫലവും കിട്ടി. എന്ത് പ്രതിഫലം? നീ വിശ്രമിച്ചോ, നീ ഇനി ഒരു പണി എടുക്കണ്ട, നീ ഇനി സുഖമായിട്ടിരുന്നോ? അല്ലല്ലല്ല. കർത്താവ് നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത്, നീ ഇത്രയും നാളും ചെയ്തതിനേക്കാളും അധിക ഉത്തരവാദിത്തം നിന്റെ കരങ്ങളിലേക്ക് നൽകുക. അതുകൊണ്ട് നീ 10 നേടിയവൻ 10 പട്ടണങ്ങൾ കൂടെ നൽകുക. അതുകൊണ്ട് നിനക്ക് ഇനി അധികം ഉത്തരവാദിത്തം, ഇനി നിന്റെ ശുശ്രൂഷകളും അധികമായിരിക്കുന്നു, വേല അധികമായിരിക്കുന്നു. ഇതാ കർത്താവ് നൽകുന്ന പ്രതിഫലം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.